നമസ്കാരം, WM മീഡിയയിലേക്ക് എല്ലാ വ്യൂവേഴ്സിനും സ്വാഗതം. ഇന്ന് നമുക്കിവിടെ അതിഥിയായിട്ട് എത്തിയിട്ടുള്ളത് ടിക്ടോക്കിലൂടെ സുപരിചിതമായ ഒരു മുഖമാണ് എ സ്ട്രോങ് ലേഡി അനിത. അനിതയെ സ്വാഗതം ചെയ്യുന്നു. വെൽക്കം അനിത. താങ്ക് യു സോ മച്ച്. പിന്നെ എന്തുണ്ട് വിശേഷം? നല്ല വിശേഷം. ഗോയിങ് ഗുഡ്. എങ്ങനെയുണ്ട്? എനിക്ക് സുഖം, കുഴപ്പമൊന്നുമില്ല. ഓക്കെ. ടിക്ടോക്കിലൂടെ എങ്ങനെയാണ് വന്നത്? ഇവിടെ വന്ന് ദുബായില് കുറെ വർഷമായോ ഇവിടെ വന്നിട്ട്? അതെ, ഒരു നിയർലി 15 years ആയി ഞാൻ ഇവിടെ ദുബായിലായിട്ട്. 16 years ആണ് ഞാനിപ്പോ ഇവിടെ ദുബായിലായിട്ട്. ടിക്ടോക്ക് ജസ്റ്റ് ലാസ്റ്റ് 3 years ആയിട്ട് ഇതിനകത്തുള്ളൂ. 3 years ആയിട്ട്. എന്താണ് ടിക്ടോക്കിലൂടെ കൂടുതലായി ചെയ്യുന്നത്? ടിക്ടോക്കിൽ ഞാൻ കൂടുതലും ചെയ്യുന്നത് എന്റെ ലൈവ് ഞാൻ എടുക്കാറുണ്ട്. മോർ ഓഫ് ലൈക്ക് ടോക്സ്, ഡിബേറ്റ്സ് അങ്ങനെയൊക്കെ വെക്കുന്ന ലൈവ്. പ്ലസ് എന്റെ മോസ്റ്റ്ലി എന്റെ ഡാൻസ് ആണ്. ഡാൻസ് പഠിച്ചിട്ടുണ്ടോ? ഞാൻ ജാസ് റോക്കേഴ്സ് ത്രൂ പഠിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോ ഞാൻ ചെയ്യുന്നില്ല, പക്ഷെ അവരോട് സ്റ്റേജ് ഷോസ് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്. ഡാൻസ് ഒരു ഇഷ്ടമുണ്ട്. ലൈക്ക് ഫ്രം നമ്മൾ ചെറുപ്പം തൊട്ട് ഡാൻസ് പഠിക്കുന്നുണ്ട്, ഇൻട്രസ്റ്റ് ആയതുകൊണ്ട് അത് കണ്ടിന്യൂ ചെയ്യുന്നു. പിന്നെ അത് മാത്രമല്ല, ഞാൻ കേട്ടിട്ടുണ്ട് ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഞാനിപ്പം റീസെന്റ് ഒരു ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്. ഇംഗ്ലീഷിൽ ഷോർട്ട് ഫിലിം ആണ്, 18s എന്ന് പറഞ്ഞിട്ട്. പക്ഷെ അത് റിലീസ് ആയിട്ടില്ല. പ്രീമിയർ ഇപ്പം ജസ്റ്റ് മേ ബി ആണത് 2 weeksനകത്ത് എന്തെങ്കിലും പ്രീമിയർ റിലീസ് ആവുമെന്ന് പറഞ്ഞിട്ടുണ്ട്. സോ ഐ ആം ജസ്റ്റ് വെയിറ്റിംഗ്. അതെന്റെ ഫസ്റ്റ് ഷോർട്ട് ഫിലിം ആണ്. ആളുടെ ആഗ്രഹം ആക്ടിംഗ് ആണ്. അതെ, അതൊരു ആക്ടിങ് പ്ലസ് ഇങ്ങനെ റേഡിയോ ജോക്കിംഗ്. അപ്പൊ ഞാൻ അത് ഇങ്ങനെ പാഷൻ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. സോ ഹോപ്പ്ഫുള്ളി വൺ ഡേ മെയിൻ ആയിട്ട് എന്താണ് ജോബ് ഇപ്പം? അല്ല, ഞാൻ ടീച്ചറായിരുന്നു. ഐ വാസ് വർക്കിംഗ് ആസ് എൻ അസിസ്റ്റന്റ് ടീച്ചർ. അപ്പൊ ഒത്തിരി ജോലി ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ഞാൻ ദുബായിൽ കംപ്ലീറ്റ് ചെയ്തത് അല്ല, ഞാൻ ഗ്രാജുവേറ്റ് ആണ് എക്കണോമിക്സിൽ. പക്ഷെ ഞാൻ ഏവിയേഷൻ ചെയ്തു. സോ ഇൻ മുംബൈ ഐ വാസ് വർക്കിംഗ് ഇൻ എയർലൈൻസ്. ഞാൻ എയർലൈൻസിലായിട്ട് ജോബ് ചെയ്തത്, ഗ്രൗണ്ട് സ്റ്റാഫ് ആസ് വെൽ ആസ് ഇൻ ക്യാബിൻ ക്രൂ. പക്ഷെ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ മാരീഡ് ആപ്പ് ഇങ്ങോട്ട് വന്നു, ദുബായിലോട്ട് എത്തി. അങ്ങനെ അപ്പം തൊട്ട് ഇവിടെ ജോബ് ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുകയാണ്. ഡിഫറെന്റ് ജോബ്സ്. നമ്മൾ എല്ലാ ജോബും ട്രൈ ചെയ്യണം. ഒരിടത്ത് മാത്രം സ്റ്റക്ക് ആയാൽ നമുക്കത് ഗ്രോത്ത് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് ചെയ്യുമ്പോഴായിരിക്കും കൂടുതൽ മനസ്സിലൂടെ നമുക്ക് ഒരു ഹാപ്പിനെസ് കിട്ടുന്നത്. ഇഷ്ടമുള്ള ജോലി ചെയ്യുന്നതല്ലേ, ഏത് പഠിച്ചാലും അങ്ങനെ. അതുണ്ട്. നമ്മളുടെ ഇഷ്ടമുള്ള ജോലി നമുക്ക് അങ്ങനെ കിട്ടാതിരിക്കുമ്പോൾ നമ്മളെല്ലാം ട്രൈ ചെയ്യും. പക്ഷെ ഒരു സർട്ടൻ പീരീഡ് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു നമ്മൾ നമ്മുടെ പാഷനിലോട്ടൊന്ന് നമ്മുടെ മനസ്സിൽ എല്ലാവരും മനസ്സിലുണ്ട് എനിക്ക് ഇത് ചെയ്താലോ. അപ്പൊ എനിക്ക് അങ്ങനെ ഉണ്ടായിരുന്നു കുറെ നാളും കൊണ്ട്. ഒരു ആക്ടിങ് അല്ലെങ്കിൽ ഇനി റേഡിയോ ജോക്കിങ് അങ്ങനെ ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ, നമ്മുടെ പിള്ളേരും അവരുടെ ഫാമിലി അതിനൊക്കെ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ അതെല്ലാം സൈഡിലോട്ട് വെക്കും. പക്ഷെ നമ്മളെ വീട്ടമ്മമാരങ്ങനെയാണ്. നമുക്ക് എന്തൊക്കെ ചെയ്യാണ്ട് ജോലി ചെയ്യണം, അത് മാത്രമല്ല വീട്ടിലെ കാര്യങ്ങൾ ചെയ്യണം, മക്കളുടെ കാര്യം ചെയ്യണം. ഇതെല്ലാം കൂടി വരുമ്പോഴത്തേക്കും ഞാനതാ പറഞ്ഞു, നമ്മളുടെ കാര്യങ്ങൾ ചില സമയം നമ്മൾ പുറകോട്ടിടും. പക്ഷെ അത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല. ഡീപ് ഡൗൺ ഇൻസൈഡ് ഒരു ഇതുണ്ട്, ഓ എനിക്കത് ചെയ്യാൻ പറ്റിയില്ലല്ലോ, അത് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ. അപ്പൊ ഞാൻ അത് പറഞ്ഞു, ലെറ്റ് മീ ഗിവ്. റിസ്ക് ആണ് അഫ്കോഴ്സ്. നല്ല ടീച്ചർ ജോലി വിട്ടിട്ട് സാലറി നല്ല ഇൻകം ആണെങ്കിലും സാലറി ഇസ് ഫ്ലോയിങ് ഇൻസൈഡ് യുവർ ഹൗസ്. ഓക്കെ, പക്ഷെ അതൊന്നും ഇല്ലാതെ ഞാനിപ്പോ കുറെ മാസമായി നോട്ട് വർക്കിംഗ് ഉണ്ടോ. അപ്പം അത് പ്രത്യേകിച്ച് നമ്മൾ ദുബായ് ചെയ്യുമ്പോൾ നമുക്ക് ഒരു മിനിമം സാലറി എങ്കിലും വേണം. അല്ലെങ്കിൽ ഫാമിലി ഒക്കെ ആയിട്ട് നിൽക്കുമ്പോൾ അറിയാം അതിന്റെ ബുദ്ധിമുട്ട്. കുറെ പേര് പറഞ്ഞു എന്തിനാണ് ഈ ഒരു റിസ്ക് കീപ്പിങ്ങിന് എടുക്കുന്നതൊക്കെ. ഞാൻ എന്റെ പാഷൻ എനിക്ക് ഫോളോ ചെയ്യാൻ പറയാൻ ഒത്തിരി പേരുണ്ടാവും. ഒരുപാട് ആൾക്കാർ ഇത് ചെയ്യും. നെഗറ്റീവ്സും പറയും, പോസിറ്റീവും പറയും. പക്ഷെ നമുക്ക് ഇഷ്ടമുള്ളത് അത് കണ്ടിന്യൂ വെച്ചിട്ട് ഇനി എന്താ വന്നാലും ഇതിനകത്തോട്ടം കേറാന്ന് വെച്ചിട്ട് അങ്ങ് ചാടിയതാണ്. അതാ ഞാൻ പറഞ്ഞ വെയിറ്റ് ചെയ്യാണ്. കണ്ടിട്ടുണ്ട് കുറെ ടിക്ടോക്സിൽ ഡാൻസ് ആണ് കൂടുതൽ ചെയ്തത്. ഡാൻസ് മോസ്റ്റ്ലി ഡാൻസ്. അപ്പൊ എങ്ങനെയാണ് ഈ വീഡിയോ ഒക്കെ എടുക്കുന്നത്? ഒറ്റയ്ക്കാണോ എഡിറ്റിംഗും എല്ലാം ചെയ്യുന്നത്? നമുക്കിപ്പം ടിക്ടോക്കിനകത്ത് എല്ലാ ഫെസിലിറ്റി ഉണ്ടല്ലോ. ഈ കട്ട് ഷോട്ട് അല്ലെങ്കിൽ ഫിൽറ്റർ ഇട്ടിട്ടാണെങ്കിൽ നമ്മളെല്ലാം ചെയ്യുന്നുണ്ട്. സ്റ്റാൻഡ് ഉണ്ട്, നമ്മൾ ചെയ്യാം. അപ്പൊ വീട്ടുകാരെല്ലാം നല്ല സപ്പോർട്ടാണ്.
ബിക്കോസ് ആൾക്കറിയാം ഇതാണ് എന്റെ പാഷൻ. അപ്പൊ പിന്നെ അതിനകത്തൊരു സ്റ്റോപ്പ് ഇല്ല. അതെ അതെ, നമ്മളെ കൂടെ നിൽക്കാൻ ആളുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയായാലും മുന്നോട്ട് പോകാം. പിള്ളേർക്കും അറിയാം ഇതാണ് മമ്മി ഒരു ഇത് എടുക്കുന്നത്. സോ ഓഫ് കോഴ്സ് എന്റെ വീഡിയോസ് ചില സമയം മോൾ വരും. മോൻ അത്രയുമില്ല ബിക്കോസ് ഈസ് ലിറ്റിൽ ഷൈ ആണ്. മോൾ എന്റെ കൂടെ ഒക്കെ ലൈവിലൊക്കെ ഇരിക്കും, സംസാരിക്കും. അപ്പൊ അങ്ങനെ അവളുണ്ട്. ഒരു മോളും ഒരു മോനും. എന്താ കുട്ടികൾ എന്ത് ചെയ്യുന്നു? മോൻ ഇപ്പൊ 11th പഠിക്കുന്നു. മോൾ ഇപ്പൊ 4th ഇയർ കഴിഞ്ഞിട്ട് ഗ്രേഡ് 5. അവർക്കുണ്ടോ ഇതുപോലത്തെ എന്തെങ്കിലും? രണ്ടും ഷൈ ആണ്, ഒന്നും പഠിക്കുന്നില്ല. എക്സ്ട്രാ മോന് ഇങ്ങനെ ബാസ്കറ്റ് ബോൾ ഒക്കെ കളിക്കുന്നുണ്ട്. രണ്ടുപേരും സ്പോർട്സിലോട്ടാണ്. പക്ഷെ മോൻ മോർ ഓഫ് ഡിജിറ്റലിംഗ്, ഇപ്പൊ പറഞ്ഞില്ലൊക്കെ ഈ ഗെയിംസ് ഉണ്ടാക്കുന്നതും അല്ലെങ്കിൽ എഡിറ്റിംഗ് അങ്ങനത്തെ കാര്യത്തിലാണ് ഇഷ്ടമാണ്. അപ്പൊ എന്റെ യൂട്യൂബ് ചാനലില് എന്റെ മോസ്റ്റ് ഓഫ് എന്റെ വീഡിയോസ് എഡിറ്റിംഗ് എന്റെ മോനാ ചെയ്തിട്ടുണ്ട്. യൂട്യൂബ് ചാനൽ ഉണ്ട്. എന്താണ് പേര്? ആൻഡ്സ് ലൈവ് വ്ലോഗ്സ് #dance എന്നാണ്. വലിയ പേരാണ്, എനിക്ക് പറയാൻ പറ്റുന്നില്ല. അത് ഇപ്പൊ ഞാൻ ആക്റ്റീവ് അല്ല അവിടെ. ഒന്നുകൂടി പറഞ്ഞോളൂ. എല്ലാരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബും ചെയ്യണം. ലൈവ് സബ്സ്ക്രൈബ് ചെയ്യണമെങ്കിൽ ആൻഡ്സ് ലൈവ് വ്ലോഗ്സ് ആണ്. #dance എന്നാണ് എന്റെ യൂട്യൂബ് ചാനലിന്റെ പേര്. അതിപ്പോ ഞാൻ ആക്റ്റീവ് അല്ല ബിക്കോസ് ഇതിനകത്തോട്ട് ഇപ്പം ഇൻസ്റ്റ ഇതെല്ലാം കൂടെ ഉണ്ടായോണ്ട് അത്രയും ആക്റ്റീവ് അല്ല. പക്ഷെ അതിന്റെ വീഡിയോസിന്റെ എഡിറ്റിംഗ് എല്ലാം എന്റെ മോനാ ചെയ്തിട്ടുള്ളത്. ലൈക് ഞാൻ ഡെയിലി റുട്ടീൻ എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് പെറ്റ്സിനൊക്കെ നമ്മൾ കൊണ്ടുപോകും, അങ്ങനെ കുക്കിംഗ്. അപ്പം അത് അവൻ ചെയ്യുന്ന പാട്ടാണ്. അപ്പൊ എല്ലാം ചെയ്യുന്നുണ്ട്, എല്ലാം ഇൻക്ലൂഡ് ആയിട്ടുള്ളത് അതിനകത്തെല്ലാം ഉണ്ടായിരുന്നു യൂട്യൂബില്. ഇപ്പം അത് നിർത്തി വെച്ചു ബിക്കോസ് നമുക്ക് എല്ലാത്തിനും ടൈം കിട്ടുന്നില്ല. അപ്പൊ നമ്മളിപ്പോ ഞാൻ ടോട്ടലി ഫോക്കസ് ഓൺ ടു ടിക്ടോക്കിലാക്കി. എനിക്ക് ടിക്ടോക്ക് ത്രൂ ആണ് കുറച്ച് കിട്ടിയതൊക്കെ, വ്യൂവേഴ്സിനെ വ്യൂവേഴ്സ് പ്ലസ് ആസ് വെൽ ആസ് എനിക്ക് ഈ ആങ്കറിംഗ്, ഞാൻ ആങ്കറിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്ക് ഷോസ് ഇതിനകത്ത് യൂട്യൂബ് നമ്മുടെ ടിക്ടോക്ക് ഞാൻ എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ കോമഡി ഉത്സവം എന്ന് പറഞ്ഞ രഞ്ജിത്ത് സർ ഉണ്ട് ഇവിടെ ദുബായില്. ഞാൻ ആളുടെ കൂടെയാണ് ആങ്കറിങ്ങിനൊക്കെ അവിടുത്തെ. അപ്പം ഞാൻ രഞ്ജിത്ത് സർ ആണ് ആക്ച്വലി എന്നെ ഇതിനകത്തോട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നതും ലൈക്ക് ആങ്കറിംഗ് ആയിട്ട് എടുത്തതും ഇത് ചെയ്തതും പ്ലസ് ആസ് വെൽ ആസ് ഈ ആർജിന്റെ കോഴ്സ് പഠിക്കാൻ പറഞ്ഞതും രഞ്ജിത്ത് സർ തന്നെയാണ്. അപ്പം പറഞ്ഞു ബിക്കോസ് ഹി നോസ് ദാറ്റ് എനിക്ക് ഇങ്ങനെ ഇൻട്രസ്റ്റ് ഉണ്ട് പഠിക്കാൻ. സോ ഞാൻ അങ്ങനെ അവരുടെ കൂടെ കയറി ഞാൻ അപ്പം സർ എവിടെയൊക്കെ ഷോസ് ഉണ്ടോ ഞാൻ അവിടെ പോവും. ഇപ്പം അടുത്ത ഷോ ആങ്കറിംഗ് ചെയ്യും. ലാസ്റ്റ് ഒരു അജ്മാനിൽ ഒരു ഷോ ഉണ്ടായിരുന്നു, അതിന്റെ ബർത്ത്ഡേ പാർട്ടീസ്, അങ്ങനെ കുറെ ഷോസ് അതെനിക്ക് അത് കൂടുതൽ പറയാൻ പറ്റില്ല. ഇറ്റ്സ് ആക്ച്വലി ആ സെന്റർ ആണ് ഫോർ ചിൽഡ്രൻ ആൻഡ് ഓൾ. അപ്പം അതിന്റെ ഞാൻ ഇനോഗ്രേഷൻ പോയിട്ടുണ്ടായിരുന്നു. ബർത്ത്ഡേസിന് പോകും, പിന്നെ ന്യൂ ഇയർ പാർട്ടിക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു, ഇനോഗ്രേഷൻ സെലിബ്രേഷൻ. അപ്പം അങ്ങനെ കുറെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അലോങ് വിത്ത് ദിസ്. പിന്നെ അത് അങ്ങനെ പോകുന്നു. പിന്നെ വേറെ ഇപ്പം എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇപ്പം റൈറ്റ് നൗ ഞാനിപ്പം only this waiting for my work to start off. അത് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ അലോങ് വിത്ത് വീഡിയോസ് ആൻഡ് ദെൻ പിന്നെ പിള്ളേരുടെ ലുക്കിംഗ് ആഫ്റ്റർ ദം ആൻഡ് ഡൂയിങ് ദെയർ തിങ്സ്. അപ്പം ദുബായിൽ വന്നിട്ട് ഒത്തിരി നാളായി എന്നല്ലേ പറഞ്ഞത്? ഇവിടെ വന്ന് ഒത്തിരി ജോലി, ഡിഫറെന്റ് ടൈപ്പ് ജോലി ചെയ്ത്. അപ്പം എന്താണ് ആദ്യം ചെയ്തത്? അതെങ്ങനെ, എന്തുകൊണ്ടാണ് ഇങ്ങനെ മാറി 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 ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ദുബായിൽ വന്നിട്ട് ആദ്യത്തെ ജോലി ചെയ്തത് ദേറയില് പ്രൈം മെഡിക്കൽ ഹെൽത്ത് സെന്ററിലായിട്ട് കസ്റ്റമർ സർവീസ് ആയിട്ടാണ് ജോലി ചെയ്തത്, കസ്റ്റമർ സർവീസ് എക്സിക്യൂട്ടീവ്. അവിടുന്ന് തന്നെ പിന്നെ അവരുടെ കോൾ സെന്ററിൽ വർക്ക് ചെയ്തു ഞാൻ. ഐ വാസ് വർക്കിംഗ് വിത്ത് ദം. പിന്നെ കുറച്ചും കൂടെ ഐ തിങ്ക് ഓൾവേസ് നമ്മൾ ബെറ്റർ ഓപ്പർച്യൂണിറ്റീസ്. പക്ഷെ ഞാൻ സെയിം ഫീൽഡ് റിലേറ്റഡ് ആയിട്ട് തന്നെ പോയി അഡ്മിൻ ആ ഒരു ഫീൽഡിൽ എല്ലായിടത്തും കറങ്ങിയത്. പിന്നെ ഞാൻ നെക്സ്റ്റ് പിന്നെ വർക്ക് ചെയ്തത് അൽഫുത്തേമില് ഒരു ഡയറക്ടറിന് ഒരു സെക്രട്ടറിന് ആവശ്യം ഉണ്ടായിരുന്നു. സോ ഐ വാസ് വർക്കിംഗ് വിത്ത് ദം ഫോർ 3 months. അവിടെ സെക്രട്ടറി ആയിട്ട് വർക്ക് ചെയ്തു. ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട്, കോണ്ടാക്ട്സ് കൂടും നമുക്ക്. അത് കഴിഞ്ഞിട്ട് പിന്നെ ദുബായ് ഹെൽത്ത് അതോറിറ്റി എല്ലാവർക്കും അറിയാം, ഡോക്ടേഴ്സ് ലൈസൻസിങ്, നഴ്സസ് ലൈസൻസിങ്, അവരുടെ ഒരു പ്രൈവറ്റ് കമ്പനി ഉണ്ടായിരുന്നു ഓൺ ടൈം എന്ന് പറഞ്ഞിട്ട്. അവിടെ ഞാൻ ഗസ്റ്റ് സർവീസ് എക്സിക്യൂട്ടീവ് ആയിട്ട് തന്നെ ലൈസൻസിംഗ് ജോലി ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ട്വിസ്റ്റ് എടുത്തിട്ട് ടീച്ചറിലോട്ട് എത്തി. ടീച്ചർ ഇതുമായിട്ട് ഒരു ബന്ധമില്ല, പക്ഷെ ഞാൻ സാധാരണ ഇവിടെ ബി.എഡ് ഒന്നും വേണ്ടേ? ഇങ്ങനെ ചിലവര് ഇത് TTC കഴിഞ്ഞിട്ടൊക്കെ കേറുന്നുണ്ട്, അല്ലാത്തവര് ഞാൻ അസിസ്റ്റന്റ് ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്തത്. അസിസ്റ്റന്റ് ടീച്ചർക്ക് എനിക്ക് തോന്നുന്നു ഡിഗ്രി മാത്രം മതി, ഗ്രാജുവേറ്റ് ഡിഗ്രിയും അത് കഴിഞ്ഞിട്ടുള്ള. അത് ജോലി നോക്കുന്നവർക്ക് ഒരു അറിയാൻ വേണ്ടി അല്ലേ എങ്ങനെയാണ് അസിസ്റ്റന്റ് ടീച്ചർ? ഇപ്പൊ റൂൾസ് ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പൊ 4 വർഷം അതൊക്കെ വിട്ട് കഴിഞ്ഞിട്ട് നോർമലി ടീച്ചേഴ്സിനൊക്കെ നമ്മൾ B.Ed എന്നൊക്കെ പറയും, പക്ഷെ അസിസ്റ്റന്റ് ടീച്ചേഴ്സിന് നമ്മൾ നോർമൽ ഡിഗ്രി അതുള്ളതും പ്ലസ് അത് കഴിഞ്ഞിട്ട് സ്കൂളിൽ ചെന്നിട്ട് അവർ നമ്മൾ ട്രെയിൻ ചെയ്യും. അങ്ങനെയല്ലെങ്കിൽ നമ്മൾ ഡയറക്റ്റ് കയറി ചെല്ലുന്നത്. ബിക്കോസ് ഞാൻ പറഞ്ഞു ടോട്ടലി ന്യൂ ഫീൽഡാണ് ഞാൻ.
അതെ. നോട്ട് റിലേറ്റഡ് എല്ലാം മാറ്റം. അതെ അതെ അതെ. അവർ നന്നായിട്ട് കുട്ടികളുമായിട്ട് ഇന്ററാക്ഷൻ ചെയ്യണം. ലോട്ട് ഓഫ് പേഷ്യൻസ് വേണം ഒരു ടീച്ചറിന്റെ ലോണിലോട്ട് കയറുമ്പോൾ. നമുക്ക് ഈ ദേഷ്യം പ്രൈമറി ആണ് ഞാൻ ചെറിയ പിള്ളേരാണ് KG1 KG2. പക്ഷെ ഞാൻ അപ്പൊ കൂടുതലും നമ്മള് ഡെഫിനറ്റ്ലി. പക്ഷെ ഞാൻ ഒരു കാര്യം ഐ വാസ് വെരി ബ്ലെസ്ഡ് ബിക്കോസ് ഞാൻ നല്ലൊരു എന്താ പറയാ ഞാൻ ജെംസ് അവർ ഓൺ വർക്കയിലാണ് ഗേൾസ് സ്കൂളിലാണ്. യെസ്. അപ്പം എനിക്ക് നല്ല സപ്പോർട്ടായിട്ട് കുറെ ടീച്ചേഴ്സും ഫ്രണ്ട്സും എല്ലാവരും ഉണ്ടായിരുന്നു. ബിക്കോസ് എനിക്ക് ഈ ഒരു ഏരിയയിൽ ഒന്നും അറിയത്തില്ല. പിള്ളേരെ പഠിപ്പിക്കാൻ ഇഷ്ടം. ഞാൻ ചർച്ചിൽ നല്ല ആക്റ്റീവ് ടീച്ചർ. അങ്ങനെയാണ് ആക്ച്വലി എനിക്ക് പാഷൻ വന്നത് ടീച്ചിങ്ങിലോട്ട് വന്നത്. ഞാൻ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കാൻ പിള്ളേരെ അല്ല ഇവിടെ ദുബായില്. അപ്പം ഞങ്ങളുടെ ട്രിനിറ്റി പള്ളിയില് ഞാൻ ടീച്ചറായിരുന്നു. അപ്പൊ അങ്ങനെ പിള്ളേരുടെ കൂടെ ഇരുന്ന് അങ്ങനെ ഒരു എന്താ പറയാ എനിക്ക് അവരോട് സംസാരിക്കാനും അവരുടെ കാര്യങ്ങൾ ചെയ്യാനും പേരന്റ്സ് തന്നെ വന്ന് പറയാൻ തുടങ്ങി. ഈ ഒരു വണ്ടർഫുൾ ടീച്ചർ നിങ്ങൾക്ക് പിള്ളേരോട് നോക്കാൻ വേണ്ടി അപ്പൊ അത് രസം. അപ്പൊ അങ്ങനെ വിചാരിച്ചു വൈ നോട്ട് ഈ ഒരു ഫീൽഡിലോട്ടും പോയി നോക്കി ഒന്ന് ട്രൈ ചെയ്യാം. പിന്നെ നമുക്ക് അത്രയും അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് കിട്ടുകയാണ്. അങ്ങനെ പോയി ഞാൻ അപ്ലൈ ചെയ്തപ്പം എനിക്ക് കുട്ടികളെ നോക്കാൻ നമുക്ക് ഒരുപാട് പേഷ്യൻസ് വേണം. അതില്ലാണ്ട് പിന്നെ പ്രത്യേകിച്ച് ദുബായില് നമ്മുടെ നാട്ടിലാണെങ്കിൽ 2 അടി കൊടുത്തിരിക്കണം. ഇവിടെ അങ്ങനെയൊന്നും പറ്റില്ല. ഇവിടെ പിള്ളേർ എന്ത് കളിച്ചാലും കുട്ടികളെ നല്ലതായിട്ട് നോക്കിയിട്ടില്ലെങ്കിൽ പാരന്റ്സിന്റെ കംപ്ലൈന്റ് വരും. അപ്പൊ നമ്മൾക്ക് നല്ല പേഷ്യൻസ് പ്ലസ് നമ്മൾ ഒത്തിരി കാര്യങ്ങൾ പഠിക്കും. ഞാൻ പറയുന്നത് നമ്മള് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതിനെക്കാട്ടും പിള്ളേരുടെ കാര്യങ്ങൾ കേട്ട് നമ്മൾ അവരുടെ കാര്യങ്ങൾ പഠിക്കും. അവരോട് ടൈം സ്പെൻഡ് നമുക്ക് അറിയുന്നില്ല. പക്ഷെ ഇറ്റ്സ് എ ടഫ് ജോബ് ഓൾസോ. എല്ലാവരും ടീച്ചേഴ്സിന്റെ ജോബ് ആ ഒരു ലിമിറ്റഡ് പീരീഡ് വരെ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് പിന്നെ അവര് ഹോളിഡേസ് ഉണ്ട് അല്ലെങ്കിൽ അവർക്ക് അത് കഴിഞ്ഞിട്ടുള്ള എല്ലാം ഇറ്റ്സ് നോട്ട് ലൈക്ക് ദാറ്റ്. ഇറ്റ്സ് റിയലി എ ടഫ് ജോബാണ്. ബിക്കോസ് നമുക്ക് അവരെ അപ്പം അവരിനുള്ള കാര്യങ്ങൾ എടുക്കണം, അവരുടെ പ്രൊജക്ട്സ് ഉണ്ടാക്കണം. ഒത്തിരി സ്ട്രെസ് ഒത്തിരി കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഒത്തിരി വന്ന് during this corona time I think we have seen. അപ്പൊ ആ ഒരു 1 year നമ്മൾ എന്തൊക്കെ പഠിപ്പിക്കണം എന്തൊക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സ് തരും. ടീച്ചേഴ്സ് നമ്മളെല്ലാം ആക്റ്റീവ്ലി ടീച്ചർ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് അങ്ങനെയാണോ? ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുന്നത് മാത്രമല്ല, ഞാൻ പഠിപ്പിച്ച സ്കൂളിൽ പറഞ്ഞാൽ അസിസ്റ്റന്റ് ടീച്ചേഴ്സിനെ നന്നായിട്ട് അവര് സപ്പോർട്ട് ചെയ്യുന്നതാണ്. ലൈക്ക് അത് ഓൺലി ടീച്ചേഴ്സിനെ മാത്രം ഫോക്കസ് ചെയ്യത്തില്ല. അസിസ്റ്റന്റ് ടീച്ചേഴ്സും പഠിപ്പിക്കണം. അവർക്കും കാലിബർ ഉണ്ടെങ്കിൽ അവരും പഠിപ്പിച്ച് തുടങ്ങണം. അപ്പൊ ഞങ്ങൾ ഈവൻ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കും. ഞാനാണെങ്കിൽ ക്ലാസ് എടുക്കും. നമ്മുടെ ടീച്ചേഴ്സ് ഇല്ലെങ്കിൽ നമ്മൾ ക്ലാസ് എടുക്കും. വേറെ ക്ലാസ്സിൽ പോയാണെങ്കിൽ നമുക്ക് ക്ലാസ് എടുക്കേണ്ടി വരും. പിള്ളേരുടെ പ്രൊജക്ട്സ് ആണെങ്കിൽ നമ്മൾ അത് ഉണ്ടാക്കണം. അപ്പൊ നമ്മൾക്കത് ഗ്രോത്ത് ആണ്. അപ്പൊ ഞാൻ അവിടെ നല്ലതായിട്ട് നമ്മൾ ഡെവലപ്പ് ആവും. സത്യമായിട്ട് ഞാൻ നല്ലതായിട്ട് ഡെവലപ്പ് ആയി ആ ഒരു സ്കൂളിൽ നിന്ന് നല്ലൊരു ഗൈഡൻസ് കിട്ടിയപ്പോ പിന്നെ അതൊരു എക്സ്പീരിയൻസും ആകും. വേറൊരു സ്കൂളിലേക്ക് നമുക്ക് പിന്നെ ഞാൻ ചെയ്ത നെക്സ്റ്റ് സ്കൂളാണ് വുഡ്ലം സ്കൂൾ. ഇവിടെ അൽനാദയിലുള്ള ഒരു വുഡ്ലം സ്കൂളിലാണ് ഞാൻ ജോലി ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആയത്. അപ്പൊ ഞാൻ ജോലി ഷിഫ്റ്റ് ചെയ്യും. അപ്പൊ ആദ്യം എവിടെയായിരുന്നു? ദുബായിൽ എവിടെയായിരുന്നു താമസം? ആദ്യം ഞങ്ങൾ ഷാർജയില് ഷാർജയിലൊക്കെ വരുന്നത്. ഷാർജയിൽ ഞാൻ അവരോൺ വർക്ക് പിന്നെ അവിടെ ഞങ്ങൾ അൽനാദ ദുബായ് പിള്ളേരൊക്കെ അടുത്ത സ്കൂൾസിലോട്ടൊക്കെ. അപ്പൊ പിന്നെ ഞങ്ങൾ അൽനാദ ദുബായിലോട്ട്. ഈ ഒരു ഷിഫ്റ്റിംഗ് വല്ലാത്ത പ്രോബ്ലം ആണല്ലേ? ജോലി നോക്കിയിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്യാനല്ല. കൺവീനിയന്റ് ഉള്ള ടൈമിങ്സ് വെച്ചിട്ട് നമ്മൾ ഷിഫ്റ്റ് ചെയ്തോണ്ടിരിക്കും. എല്ലാവരുടെയും നോക്കണം, ഹസ്ബൻഡിനെ നോക്കണം, പിള്ളേരുടെ എല്ലാം നോക്കിയിട്ട്. അപ്പൊ അവിടെ നിന്ന് അങ്ങനെ ചെയ്തു. പിന്നെ ഇപ്പൊ ലാസ്റ്റ് ആണ് RJ-യിലേക്കുള്ള ഒരു വന്നത്. അപ്പൊ ഒത്തിരി പേര് ഇതുപോലെ RJ-യിൽ ജോലി ചെയ്യണമെന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരിക്കും അല്ലെ? എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടത്? ഇത് കോഴ്സ് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടത്. ഞാൻ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും എനിക്ക് ഓപ്പർച്യൂണിറ്റീസ് വരുന്നില്ലായിരുന്നു. അപ്പൊ പിന്നെ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ രഞ്ജിത്ത് സർ ഒരു വട്ടം ഈ ഇൻസ്റ്റിറ്റ്യൂട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എന്നോട് പറഞ്ഞു നിനക്ക് ഇതിനകത്തൊരു പാഷൻ ഉണ്ട്, നീ എന്റെ കൂടെ എപ്പോഴും വരുന്ന ഒരാളാണ്, ആൻഡ് ഐ സീൻ യു ഗ്രോയിങ് ദേർ. അപ്പൊ അങ്ങനെ പറഞ്ഞു ഇവന് EMDI എന്ന് പറഞ്ഞിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. EMDI ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞിട്ട് അവർക്ക് ഡിഫറെന്റ് ഈവന്റ്സ് ഉണ്ട്. ലൈക്ക് ഈവന്റ് മാനേജ്മെന്റ് ഉണ്ട്, റേഡിയോ ജോക്കിംഗ് ഉണ്ട്, അങ്ങനെ കുറെ ഇഷ്ടംപോലെ ഉണ്ട്. അപ്പം അതിനകത്ത് ഞാൻ റേഡിയോ ജോക്കിംഗ് ആണ് എടുത്തത്. എന്തൊക്കെയാണ് വിഷയങ്ങളുള്ളത് റേഡിയോ ജോക്കിംഗ്? അതിനകത്ത് നമുക്ക് എല്ലാം ഉണ്ട്. ലൈക്ക് എഡിറ്റിംഗ് ആവട്ടെ, നമുക്ക് ഓൺ വോയിസ് എന്താണ് വേണ്ടത് റേഡിയോ ജോക്കി അതെല്ലാം അവർ പഠിപ്പിക്കും. ആ ഒരു 6 months കോഴ്സ് ആണ്. 6 months അപ്പൊ നമുക്ക് ഇതുണ്ടാവൂലേ അടക്കണ്ടേ? സോറി, ഉണ്ട്. അതൊരു 15,000 ആണ് ഫീസ്. 15,000 ഫീസ് ഉണ്ട്. 15,000 ഫീസ് പ്ലസ് 2 months ഓഫ് ഇന്റേൺഷിപ്പ് ആണ്. സാധാരണക്കാർക്ക് അത് പക്ഷെ ഞാൻ എനിക്ക്
അത് ചെയ്യണമെന്ന്. അങ്ങനെ ആഗ്രഹമുള്ളവർക്ക് എങ്ങനെയായാലും അത് നോക്കിയിട്ട് ചെയ്യാൻ പറ്റും. ചില സമയത്ത് ഡിഫിക്കൽട്ടി ആയിരിക്കാം, പക്ഷെ എനിക്ക് അത് ഒരു ഇതുണ്ടായിരുന്നു, ഐ വോണ്ട് ടു ഗെറ്റ് സംവെയർ. പിന്നെ അതുകൊണ്ട് അത് EMBA ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചെയ്തു. ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ട് സർട്ടിഫിക്കറ്റ് ഉണ്ട്. അതെ, അപ്രൂവ്ഡ് ആണ്. ഓക്കെ, ഫ്രം യുവർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് അത് അപ്രൂവ്ഡ് ആണ്. കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും പക്ഷെ നമുക്ക് എക്സ്പീരിയൻസ് വേണം. അതാണ് ആ 2 months അവർ ഇന്റേൺഷിപ്പ് വെക്കുന്നത്. ബിക്കോസ് നമ്മൾ വേറെ സ്റ്റേഷൻസിൽ പോണെങ്കിലും നമുക്ക് ആ കീബോർഡ് അല്ലെങ്കിൽ അതിലൊക്കെ നമ്മള് ഇത് കോൺസോൾസിലൊക്കെ നമുക്ക് മെത്തേഡ് അറിയണം. നമുക്ക് അവിടെ പോയിട്ട് സംസാരിക്കാൻ പറ്റില്ല. റേഡിയോ ജോക്കിംഗ് ആക്ച്വലി എല്ലാവരും, ഞാനിപ്പം ലൈവ് ഇടുമ്പോൾ എല്ലാവരും റേഡിയോ ജോക്കിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ അധികം അങ്ങനെ, അതാണ് ആക്ച്വലി ഒരു മിത്ത് ആണ് എല്ലാവരുടെയും. എനിക്ക് ഞാൻ ലൈവ് ഇടുമ്പോൾ ആൾക്കാർ നിനക്ക് സംസാരിക്കാൻ പറ്റും അല്ലെങ്കിൽ വോയിസ് നല്ല, പക്ഷെ അതൊന്നും ആവശ്യമില്ല. റേഡിയോ ജോക്കിങ്ങിന് വോയിസിന് റിലേറ്റഡ് കാര്യങ്ങളല്ല. ബിക്കോസ് ഓൾറെഡി നിങ്ങളുടെ മൈക്കും അല്ലെങ്കിൽ അതൊക്കെ അങ്ങനെ ഒരു ഇതിനകത്താണ് വെച്ചിരിക്കുന്നത്. അപ്പൊ സൗണ്ട് എഞ്ചിനീയേഴ്സ് അങ്ങനെയാണ് അത് എടുക്കുന്നത്. നമ്മളുടെ ബേസിക് എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു നമ്മുടെ ശരിയായ സൗണ്ട് അല്ല വരുന്നത്. നമ്മുടെ സൗണ്ട് ഉണ്ട്, പക്ഷെ കുറച്ചും കൂടി മോഡ്യൂൾ ചെയ്തിട്ടൊക്കെയാണ് വരുന്നത്. നല്ല ബ്യൂട്ടി ആയിട്ടേ വരത്തുള്ളൂ. അപ്പൊ നമ്മുടെ ആക്ച്വലി റേഡിയോ ജോക്കിംഗ് വോയിസ് റിലേറ്റഡ് ആയിട്ടല്ല, പക്ഷെ നമ്മൾ എങ്ങനെ ഫ്ലോ ആയിട്ട് സംസാരിക്കും. അല്ലെങ്കിൽ ഞാനിപ്പോ ഇപ്പം ഡ്രൈവ് ചെയ്തോണ്ട് പോവാണെങ്കിൽ എന്നെ കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾ ടേൺ ചെയ്യും. പക്ഷെ എങ്ങനെ എന്റെ ഇതാണ്, ഹൗ ക്യാൻ ഐ കീപ് ഓൾ മൈ വ്യൂവേഴ്സ് ലിസണിങ് ടു മീ, എന്നോടത്ത് എങ്ങനെ അവരെ അറ്റാച്ച് ചെയ്ത് വെക്കാൻ പറ്റും, അതാണ് ആക്ച്വലി മെയിൻ ചെയ്യേണ്ടത്. നെക്സ്റ്റ് ടൈം രാവിലെ എനിക്ക് അനിതന്റെ എനിക്ക് അനിതന്റെ ഇത് കേൾക്കണം. അത് എങ്ങനെ ഞാൻ കൊണ്ടുവരും. എനിക്കൊന്ന് നാട്ടിലേക്കാളും ദുബായിലാണ് എല്ലാരും റേഡിയോ കേൾക്കുന്നത്. എത്രയോ ആൾക്കാർ കേൾക്കുന്നുണ്ട്. അപ്പം അതിന്റെ എല്ലാ ഒരു ട്രെയിനിങ് ആണ്. നമ്മുടെ വോയിസ് എങ്ങനെ സംസാരിക്കണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എന്തൊക്കെ എഡിറ്റിംഗ് ചെയ്യണം, ടൈമിൽ എങ്ങനെ നമ്മൾ ഒരു ഷോ തീർക്കും, അപ്പൊ അതൊക്കെ നമ്മൾ തന്നെ സ്വയം ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആക്കി വെക്കും. ഈ മണ്ഡലത്തിലാണ് ഞാനും പോയത്. റേഡിയോ ജോക്കി ഈസിയാണ്, നമുക്ക് സംസാരിച്ചാൽ മതി, നല്ല ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ ഈസി അല്ല. നമ്മൾ പഠിക്കുന്നതിനൊക്കെ കുറെ കാര്യങ്ങൾ എടുക്കണം. എല്ലാം ബട്ടൺസ് ഓർത്തില്ലെങ്കിൽ മൊത്തം ഷോ, നമ്മൾ ഒരു തെറ്റ് ഫുൾ ഷോ വിൽ ഗോ അങ്ങോട്ട്. അപ്പം കുറെ കാര്യങ്ങളുണ്ട് പഠിക്കാൻ. അപ്പൊ എല്ലാം നടക്കട്ടെ, അവനുണ്ട് എല്ലാ കാര്യങ്ങളും സക്സസ്ഫുൾ ആവട്ടെ. ഇനി അങ്ങോട്ട് എന്താണ് ആഗ്രഹം? ഇനി എന്ത് ചെയ്യാനാണ്? എനിക്ക് ഇത് ചെയ്യണം, ഇന്ന ചെയ്യണം എന്നുണ്ടാവില്ലേ? അപ്പം എന്താണ് ആഗ്രഹം ചെയ്യാൻ? ഓക്കെ, ഇനിയും ആഗ്രഹം പറഞ്ഞാൽ ഏതായാലും ആസ് സൂൺ ആസ് പോസിബിൾ എന്റെ ഈ ഒരു റേഡിയോ ജോക്കി RJ ആയിട്ടുള്ള ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യണം. ഇപ്പം തുടക്കം വെച്ചിട്ടേ ഉള്ളൂ. ഇനി അത് സക്സസ്ഫുൾ ആണ്, ഇനിയും കുറച്ച് സമയം എടുക്കും, കുറെ കൂടെ ടൈം എടുക്കും. പ്ലസ് എന്റെ നല്ല സ്ട്രോങ് ഇനി ഞാൻ ആക്ടിംഗ് അത് ഞാൻ പറഞ്ഞു, എന്റെ പാഷൻ അതാണ്. അപ്പം ആക്ടിംഗില് ഷോർട്ട് ഫിലിം തൊട്ട് തുടങ്ങി. ആ ഷോർട്ട് ഫിലിം കണ്ടിട്ട് എന്തെങ്കിലും നല്ല നല്ല ഓപ്പർച്യൂണിറ്റീസ് വരട്ടെ എന്ന് ഞാൻ വിചാരിച്ചോണ്ടിരിക്കുകയാണ്. സോ അപ്പൊ അങ്ങനെയാണെങ്കിൽ ചെറിയ റോൾസ് സ്റ്റാർട്ട് ആണെങ്കിലും സ്റ്റാർട്ട് ചെയ്യും. സോ അത് ഡെഫിനറ്റ്ലി ആക്ടിംഗിലോട്ടാണ്. ചെയ്തിട്ടുണ്ട്, ആക്ടിംഗ് ചെയ്തിട്ടുണ്ടെന്നല്ലേ? ഷോർട്ട് ഫിലിം ചെയ്തിട്ടുണ്ട്, അല്ലാതെ വേറെ ഇല്ല. വേറെ ഞാൻ ഷോർട്ട് ഫിലിംസ് ആയിട്ട് അങ്ങനെ ചെയ്തിട്ടുണ്ട്. സ്റ്റേജ് ഷോ അത് നമ്മൾ സ്കൂളിലൊക്കെ ചെയ്യുന്ന പേഴ്സണൽ. പിന്നെ ഞാൻ പറഞ്ഞ സ്റ്റേജ് ഷോസ് ചെയ്ത് ഡാൻസ് ഷോസ് മാത്രമേ ഞാൻ ചെയ്തിട്ടുള്ളൂ. പക്ഷെ ഇപ്പം ഞാൻ എന്റെ മെയിൻ അൾട്ടിമേറ്റ് റൈറ്റ് നൗ ഇസ് ഫോക്കസ് ഓൺ മൈ കരിയർ, ദാറ്റ് ഇസ് RJന്റെ ഇത്. പ്ലസ് അലോങ് വിത്ത് ഇറ്റ് ആങ്കറിംഗ് ഷോസ് കുറച്ചുകൂടെ കൂടുക, പിന്നെ ഇങ്ങനെ പ്രോഗ്രാംസ് ചെയ്യുക. പ്ലസ് ആക്ടിംഗ് ഇസ് മൈ മെയിൻ തിങ്. എന്തെങ്കിലും നല്ല നല്ല മൂവീസ് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ഓപ്പർച്യൂണിറ്റീസ് ആയിട്ട് ചിലപ്പോൾ ഇനിയും കിട്ടിയാൽ അതിനുവേണ്ടി ചെയ്യുന്നു, ട്രൈ ചെയ്യുന്നു. ഓക്കെ, ആക്ടിങ്ങും എല്ലാം വിചാരിക്കുന്ന പോലെ, അനിത വിചാരിക്കുന്ന പോലെ എല്ലാം നടക്കട്ടെ. പിന്നെ ഇത്രയും നേരം നമ്മുടെ കൂടെ വന്ന് സംസാരിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. കുറെ തിരക്ക് പിടിച്ച ആളാണ്, അത്രയും തിരക്കില് വന്നതിന് ഒരുപാട് നന്ദി. എന്താണ് വ്യൂവേഴ്സിനോട് പറയാനുള്ളത്? എന്തെങ്കിലും പറയാനുണ്ടോ? സജഷൻ കൊടുക്കാനുണ്ടോ? അല്ലെങ്കിൽ എന്താണ്? ഒരു ഇത് മാത്രമേ പറയത്തുള്ളൂ, നെവർ ഗീവ് അപ്പ് ഓൺ യുവർ ഹോപ്സ്. നമ്മളുടെ ഹോപ്സിനെ വിട്ടുകളയിലേക്ക് അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ എനിക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റില്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ റിസ്ക് ലൈഫിൽ എല്ലാവരും എടുക്കും. നമ്മൾ ജോലിയിലാണെങ്കിലും നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ നമ്മൾ റിസ്ക് എടുക്കും. അപ്പം അത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു സന്തോഷമുണ്ട്. ഐ അറ്റ്ലീസ്റ്റ് ട്രൈഡ്. സക്സസ്ഫുൾ ആവോ ഇല്ലെന്ന് നമുക്കറിയത്തില്ല. എല്ലാത്തിനകത്തും നമുക്ക് വിജയം കിട്ടണമെന്ന് പറഞ്ഞാൽ ചിലപ്പം പോസിബിൾ അല്ല. പക്ഷെ അതിനുവേണ്ടി നമ്മൾ അറ്റ്ലീസ്റ്റ് ട്രൈ ചെയ്തു, അതിനുവേണ്ടി ഞാൻ എയിം ചെയ്തു, അതിനൊരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അപ്പം ഓൾവേസ് കീപ് ബിലീവിംഗ് ഇൻ യുവർ ഡ്രീംസ്, കീപ് അച്ചീവിംഗ് ഫോർ ഇറ്റ്.
വൺ ഡേ നമ്മളുടെ ഹാർഡ് വർക്ക് കണ്ടിട്ട് എവിടെന്നെങ്കിലും നമ്മൾക്ക് അതിന് നല്ലൊരു റിസൾട്ട് കിട്ടും. സോ അത് വിശ്വസിച്ച് പോകുന്ന ഒരാളാണ് ഞാൻ. സോ ഓക്കെ, താങ്ക് യു അനിത. വന്നതിന് ഒരിക്കൽ കൂടി താങ്ക് യു പറയുന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു സോ മച്ച്.